നമുക്കിപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ വിജയിപ്പിക്കണം, ഈ നന്മകൾ ഇവിടെ ഉണ്ടാക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നല്ല ആസൂത്രണം വേണം, നല്ല പ്ലാനിങ് വേണം, നല്ല തവക്കുല് വേണം, നല്ല സാക്രിഫൈസിൻ്റെ മൈൻഡ് വേണം. ഒരു റിസ്ക് കൊടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ അനീതികൾക്കെതിരെ, ഇവിടുത്തെ തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കാൻ തീരുമാനിച്ചാൽ, നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ നമുക്കെതിരെ ഭരണകൂടം കേസെടുക്കും, പല ആളുകളെയും ജയിലിലടക്കും, പല രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ടാവും. അതൊക്കെ പേടിച്ചിട്ട് എന്നാൽ ഞാൻ അനീതിക്കെതിരെ ഒന്നും മിണ്ടൂലാൻ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഇസ്ലാം എത്തൂല. കാരണം സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും എല്ലാം അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുക്കാൻ സന്നദ്ധമായ ഒരു വിഭാഗം നമ്മളുടെ മുൻഗാമികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ഇസ്ലാം വിജയിച്ചതും നമ്മളിലേക്കത് എത്തിയതും. അതുകൊണ്ട് നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാക്രിഫൈസുകളാണ് വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കാനും ഈ നന്മകൾ കൈമാറാനുള്ള അവസ്ഥ ഉണ്ടാക്കുക. ഹിജ്റ ആ അർത്ഥത്തിൽ വലിയൊരു വിജയമായിരുന്നു.